നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു ടാറ്റ ഇൻഡിക വിസ്റ്റയാണ്. അത് മറ്റേ കോൺട്രാജെറ്റാണ് കേട്ടോ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഒരു 2010 മോഡലായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഇപ്രാവശ്യം കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഇൻഡിക വിസ്റ്റൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് നോക്കിയോ. അപ്പോൾ വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നും കേൾക്കുന്നതിന് മുന്നൊക്കെ ആയിട്ട് അപ്പോൾ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് നോക്കിയോളൂ. അതുപോലെ തന്നെ 100 ലൈക്ക് കിട്ടിയാൽ നമുക്ക് വളരെ സന്തോഷമായി. അതാണ് നമ്മളിന്ന് ടാർഗറ്റ് ചെയ്യുന്നത്. കിട്ടുമെന്ന് നോക്കാം. മിക്കവാറും വീഡിയോയ്ക്ക് നിങ്ങളൊക്കെ തന്ന സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അതൊരു ബൂസ്റ്റപ്പ് ആവും. അതുകൊണ്ട് പിന്നെ വണ്ടിയെ കുറിച്ച് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അതായത് ഈ ഫ്രണ്ട് സൈഡ് തന്നെ നോക്കാം. ഇവിടെ ഒരു സെല്ലോ ടേപ്പ് പോലെ മാസ്കിൻ്റെ പോലെ ഒട്ടിച്ചിട്ട് പിന്നെ ഇവിടെ ഒരു പാച്ച് ഉണ്ട് കേട്ടോ. പെയിൻറ്റ് പൊളിഞ്ഞതാണ്. വേറെ ഈ സൈഡിൽ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഈ സൈഡിലില്ല കേട്ടോ. ഇനി ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലൊന്നും പെയിൻറ്റ് പോയിട്ടില്ല. പിന്നെ ഇതിവിടെ ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു ഭാഗം മാത്രം. പിന്നെ ഈ സൈഡിലൊന്നും പ്രശ്നമില്ല. പിന്നെ ഈ മിററിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു പാച്ച് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ല. ഇത് ഇവിടുത്തെ പെയിൻറ്റ് പോയിന്നത് മാത്രം. പിന്നെ അത് ഇവിടെ ഒരു ഇത് വന്നിട്ട് ഒരു പാച്ച് വന്നിട്ട് ബാക്കും തീരെ പെയിൻ്റൊന്നും പോയിട്ടില്ല കേട്ടോ. ബാക്കൊക്കെ ബക്കറ്റ് തന്നെയാണ് കിടക്കണം. ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിലേ ബാക്ക് ടയർ ഉണ്ട് കേട്ടോ. ഒരു 50% അടുത്ത് ബാക്ക് ടയർ രണ്ടുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ ചാലക്കുടിത്തെ റോക്കി ടയറാണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ കമ്പനിയിൽ ചെത്തി കളഞ്ഞിട്ടുള്ള ടയറിൽ അത്. പക്ഷേ ഫ്രണ്ട് ടയർ മോശമാണ്. ഫ്രണ്ട് ടയറിൽ ശൂന്യമാണ്. അതായത് ഒരു വേണമെങ്കിൽ ഒരു 20% 30% കഷ്ടി ഉണ്ടെന്ന് പറയാനേ പറ്റുള്ളൂ. അതാണ് ടയറിൻ്റെ കഥ. ബാറ്ററി ഒന്നും കുഴപ്പമില്ല. ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് 2025 ജൂൺ മാസം വരെ ഉള്ളൂ. അതുപോലെ തന്നെ പൊല്യൂഷനും അടുത്ത മാസത്തേക്കാണ് പൊല്യൂഷനും ഉള്ളൂ. അടുത്ത മാസത്തോടുകൂടി പൊല്യൂഷൻ്റെ കാലാവധിയും കഴിയും. ഇനി ടെസ്റ്റ് വരുന്നത് 2025 ജൂൺ മാസത്തിൽ തന്നെയാണ്. അപ്പോൾ അത് വണ്ടി ടെസ്റ്റായിട്ടുണ്ട്. 2010 മോഡലാണല്ലോ. അപ്പോൾ അത് ടെസ്റ്റായിട്ടുണ്ട്. അതെ, കിലോമീറ്റർ ഓടിയത് 1,85,026 കിലോമീറ്ററാണ് കേട്ടോ. ഇൻറ്റീരിയർ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. സീലിംഗ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇൻറ്റീരിയർ. ഇനി നമ്മുടെ എൻജിൻ റൂമിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിലേ അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ 2010 മോഡൽ ഈ വർഷം ജൂൺ മാസത്തിൽ ടെസ്റ്റ് വരുന്ന ഈ വണ്ടി 90,000 രൂപയാണ് കൊടുക്കാമെന്ന് പറയുന്നത് കേട്ടോ. 4th ഓണറാണ് വണ്ടി. ടയർ ബാക്ക് ഉണ്ട്, ഫ്രണ്ട് ടയറില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി 1,18,000 കിലോമീറ്റർ ഓടിയത്. ഇൻഷുറൻസ് എല്ലാം ഈ ജൂൺ മാസം വരെ ഉള്ളൂ. എന്തായാലും ടെസ്റ്റ് നടത്തണം. അപ്പോൾ ഇത്തരം ഒരു വണ്ടി നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ 90,000 രൂപ കിട്ടുമെന്നാണ് പറഞ്ഞത്. അത് വില പേശലും കാര്യങ്ങളൊക്കെ എന്തായാലും അതിൻ്റെ ഭാഗമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന വണ്ടിയിലേക്ക് നോക്കിയോ കേട്ടോ. അതുപോലെ തന്നെ ഈ വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീഡിയോയെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട്. ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങളത് കാണുന്നതെങ്കിൽ പോലും തമ്പനയിലിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോയെന്ന് ഈ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ 4 ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാവുന്ന. അപ്പോൾ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ അവിടേക്ക് എടുത്താണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക, വില പേശനും കാര്യങ്ങളും ചെയ്യുക. വിളിച്ചിട്ട് എടുക്കുന്നില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.